പ്രേക്ഷിതരെ, വിശുദ്ധായ പ്രിയ മാതാവിൻ്റെ സ്നേഹിതരെ, വിശുദ്ധായ പ്രിയ ഉടമ്പടിയുടെ മക്കളെ, നാളെ പ്രസാദവർനാഥ കപ്പേലയിൽ വന്ന് ഉടമ്പടി നവീകരിക്കുന്നവർക്ക് അമ്മയുടെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കും. കാരണം എല്ലാ 18-ാം തീയതിയും ഉടമ്പടി ദിനമാണ്. ഇപ്രാവശ്യത്തെ 18-ാം തീയതി നമ്മൾ ഉടമ്പടി ദിനമായിട്ട് ആചരിക്കുമ്പോൾ നമ്മൾ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധം അവസാനിക്കണം, സമാധാനം ഉണ്ടാകണം, യുദ്ധക്കെടുതികൾ എല്ലാം വിട്ടുമാറണം. അതിനായിട്ട് നമ്മൾ നാളെ ഒരു ദിവസം പൂർണ്ണമായും സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ലോകത്തിലെ സമാധാനത്തിൻ്റെ രാജ്ഞിയായ പ്രസാദവർനാഥയോട് പ്രാർത്ഥിക്കുകയാണ്. നാളെ രാവിലെ 10 മണി മുതൽ ആരാധനയും പ്രാർത്ഥനയുമുണ്ട്. 11:30 മണിക്ക് ദിവ്യബലിയുണ്ട്. ആ ദിവ്യബലിയിലും നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഉച്ച കഴിഞ്ഞുള്ള ഉടമ്പടി കുർബാനയിൽ 5 മണി മുതൽ നമുക്ക് ജപമാലയാണ്. അവിടെ ആരാധനയുണ്ട്. അവിടെയും നമ്മൾ ലോകസമാധാനത്തിന് വേണ്ടി, രാഷ്ട്ര നേതാക്കൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. 6 മണിക്കുള്ള ദിവ്യബലിയിൽ പ്രത്യേകം നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യബലിക്ക് ശേഷം കപ്പേലയിലേക്ക് നമ്മൾ പോകുന്നു. കപ്പേലയുടെ ഫ്രണ്ടിൽ അവിടെ തിരി കത്തിച്ച് നമ്മളെല്ലാവരും അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. യുദ്ധം അവസാനിക്കണം, സമാധാനം ഉണ്ടാകണം. ഗൾഫ് മേഖലയിൽ ധാരാളം ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ഉണ്ട് എന്ന് നമുക്കറിയാം. അവർക്ക് എല്ലാവർക്കും സ്വസ്ഥമായി സുഖമായി അവിടെ ജീവിക്കാൻ കഴിയണം. അതിനുവേണ്ടി ഉടമ്പടി ദിനത്തിൽ പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധ അമ്മയോട് സഹായം അപേക്ഷിക്കുവാൻ, ഉടമ്പടി നവീകരിക്കുവാൻ നാളെ ഉടമ്പടി ദിനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും തീർച്ചയായും വരുമല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടിയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ഉടമ്പടി ദിനത്തിൽ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അമ്മ നമ്മളെല്ലാവരെയും സിയോൻ സെന്ററിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.